ഈ ഒരു പിക്ചർ ആള് വരച്ചതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആളെ ആരും കാണിക്കാത്തത് എന്തുകൊണ്ടാ? അങ്ങനെ ഇടയ്ക്കൊരു അക്കൗണ്ട് തുടങ്ങി, പിന്നെ അത് പോയി. അതുകൊണ്ട് പിന്നെ ഒന്ന് തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഈ പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചാൽ മതി, ആളുകൾ ആരെങ്കിലും ഒക്കെ ഒന്ന് കാണണ്ടേ, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഇടയ്ക്ക് അച്ഛനൊക്കെ അക്കൗണ്ടിൽ ഇടാറുണ്ട്, അച്ഛൻ്റെ ഒക്കെ അക്കൗണ്ടിൽ ഇടയ്ക്ക് ഇടും. അങ്ങനെയൊക്കെ. അങ്ങനെ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ടോ എന്തെങ്കിലും പടം വരച്ചു തരണം, എന്റെ ഫോട്ടോ ഒന്ന് സ്കെച്ച് ചെയ്യോ, അങ്ങനെയൊക്കെ പറയാറുണ്ട്? ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു 10th വെച്ചിട്ട്, അവൾ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ആരെങ്കിലും പറഞ്ഞു അങ്ങനെ ചെയ്യാൻ തോന്നലില്ല, അത് സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നണം, അങ്ങനെയാണോ? അങ്ങനെയല്ല, എന്നാലും ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ തോന്നുമ്പോ ചെയ്യും, അല്ലാണ്ട് അങ്ങനെ എപ്പോഴും ഇല്ല. എന്നാലും എനിക്ക് മനസ്സിലാവാത്തത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് അവിടെ ഇവിടെ ഒക്കെ പോയാലൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് പാട്ടൊക്കെ ഇട്ടിട്ടങ്ങ് തകർക്കും. ഇത് ആ ഒരു പരിപാടിയേ ഇല്ല. സ്റ്റാറ്റസ് ഇടാറുള്ളൂ. വാട്സപ്പിൽ മാത്രമായിരിക്കും. എനിക്ക് തോന്നി. ആ വരച്ച പടങ്ങളൊന്ന് കാണിച്ചേ. ഇതൊക്കെ ആള് വരച്ചാട്ടോ, കണ്ടോ? ഒക്കെ ആള് വരച്ചതാ. വരയ്ക്കാനൊക്കെ ഡ്രോയിങ് ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടോ? ഡ്രോയിങ് ക്ലാസ്സിലൊന്നും പോവാതെ ആള് യൂട്യൂബ് നോക്കിയൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും പഠിക്കും? ഇത് കാണിച്ച ഞാനല്ല കാണിക്കേണ്ടത്. ഇതൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. ഇതൊക്കെ ഭാവനയിൽ തെളിയുന്ന പിക്ചേഴ്സ് ആണോ? അല്ലല്ല, ഞാൻ ഇങ്ങനെ പിൻട്രസ്റ്റ് ഒക്കെ നോക്കി എടുക്കണത്. കൂട്ടാരാ എന്റെ അടുത്ത് ഇവിടെ വന്നപ്പോ അമ്മൂമ്മ പറഞ്ഞു അനിയത്തിയാണ് കൂട്ടിരിക്കുക 2-2:30 വരെ പടം വരച്ചിരിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തീർത്തില്ലെങ്കിൽ ഒരു ഇതില്ല, സമാധാനം കിട്ടില്ല അല്ലെ? ഒരു ഈ മതിലിൽ വരച്ചു വെച്ചേക്കുന്ന ആ ഒരു പെയിന്റിങ് വരയ്ക്കാൻ വേണ്ടിട്ട് എത്ര ദിവസം എടുത്തു? അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്നും അല്ല വരച്ചത്, ഒരു 1-2 ആഴ്ചയൊക്കെ എടുത്താണിരിക്കും. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും. പക്ഷേ ഇപ്പൊ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ +2 ആണോ? +2 കഴിഞ്ഞ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ പരീക്ഷയുടെ ടൈമിലൊക്കെ എന്തെങ്കിലും സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ പടം വരയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല, പരീക്ഷയിലൊക്കെ അങ്ങനെ ടൈം ഇതായിട്ട് കിട്ടുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഇത് വരയ്ക്കാൻ തുടങ്ങിയപ്പോ ആരെങ്കിലും ചീത്ത പറഞ്ഞായിരുന്നോ? ഇല്ല, എല്ലാവർക്കും അറിയാലോ അല്ലെ വരയ്ക്കുന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഇപ്പൊ കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ലാണ്ട് എവിടെയെങ്കിലും വോൾസിലൊക്കെ ഇങ്ങനെ പെയിന്റ് അടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടോ? സ്കൂളുകളിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഒന്നുമില്ല. മാഗസീനൊക്കെ വരുമ്പം ചെയ്യും, അതിന് വേണ്ടിട്ടൊക്കെ ചെയ്യും, അല്ലാണ്ട് അങ്ങനെയൊന്നുമില്ല. ഈ എന്തെങ്കിലും പേജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നിട്ടില്ല, ഇങ്ങനെ ആരും കാണിക്കാതിരിക്കരുത് അങ്ങനെയൊക്കെ? ഫ്രണ്ട്സ് ഒക്കെ കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കിയതല്ലേ? ഇപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നത്? വാട്ടർ കളർ ആണോ അതോ എങ്ങനെ പെൻസിൽ സ്കെച്ച് ആണോ? എങ്ങനെ എല്ലാം ചെയ്യും. ഇപ്പം ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് അക്രിലിക് ആണ്. ഏതാ? ഇതല്ലേ? ഇത് രണ്ടും ചെയ്തിരിക്കുന്നത്. പിന്നെ വാട്ടർ കളർ, ഇത് വാട്ടർ കളറാണ്. ബാക്കിയൊക്കെ പെൻസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പം പെയിന്റ് ചെയ്യും. വരച്ചു തുടങ്ങിയപ്പോഴാ കുഞ്ഞിലെ തൊട്ട് എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് അങ്ങനെയൊക്കെ വരയ്ക്കാൻ തുടങ്ങിയതായിരുന്നു? അച്ഛൻ വരയ്ക്കും. അച്ഛൻ വരയ്ക്കും അല്ലേ? ഓക്കെ. അപ്പൊ അച്ഛനാണ് പറഞ്ഞു തരുന്നതും എല്ലാം. അച്ഛൻ തന്നെ ഓരോ എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞുതരും. അനിയത്തി വരയ്ക്കോ? രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് വരയ്ക്കുന്നത്? അവള് കുറച്ചുകൂടെ നന്നായിട്ട് വരയ്ക്കല്ല, അവള് കൂടുതലും ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ പോലെ ചെയ്യാണ് ചെയ്യുന്നത്. ഓരോന്നൊക്കെ ഉണ്ടാക്കുക, എല്ലാ സാധനവും ഇങ്ങനെ പേപ്പറൊക്കെ ആണെങ്കിലും കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ പരിപാടികളൊക്കെയാണ്. അപ്പൊ നിങ്ങക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു? വെറുതെ ഇരിക്കാൻ അങ്ങനെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാല് കുറച്ച് ടൈം ഫ്രീ ആയിട്ട് കിട്ടും. വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടി ടൈം ഫ്രീ ഉണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? വരയ്ക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം ദൈവങ്ങളുടെ ഫോട്ടോസ് ഒക്കെ വരയ്ക്കുന്നതാണ് കുറച്ചുകൂടി. എനിക്ക് തോന്നുന്നു ആളുകൾ മേടിക്കുകയും ചെയ്യും തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും സെല്ല് ചെയ്യാനായിട്ടൊക്കെ നോക്കിയിട്ടുണ്ടോ? എനിക്ക് ഇപ്പം കുറച്ചായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പൊ അമ്മ ഇങ്ങനെ കുറെ നാളായിട്ട് പറയുന്നുണ്ട് എന്ത് ചെയ്യണം എന്നൊക്കെ. അങ്ങോട്ട് ഇറങ്ങ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇൻസ്റ്റാഗ്രാം പ്രൊമോട്ട് ചെയ്യൂ. ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ മോളെ ഒന്ന് സഹായിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, കുറച്ച് സപ്പോർട്ടേഴ്സിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വരയ്ക്കാനുള്ള ആ ഒരു എന്താ പറയാ ത്വര അങ്ങ് കൂടും. എനിക്ക് സപ്പോർട്ട് തരൂ. ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇതിലാണ് ഇനി അടുത്തത് എത്തിപ്പെട്ടാണ്. സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അല്ല ഇനി അപ്പൊ അതൊക്കെ യൂട്യൂബ് നോക്കിയിട്ടാണോ പഠിക്കണേ?
യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യാൻ. എന്തെങ്കിലും ക്ലാസ്സുകളോ അങ്ങനെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ജസ്റ്റ് വീഡിയോസ് നോക്കിയിട്ട്. അത് മാത്രമേ ഉള്ളൂ. ഇനി ഈ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ ഫോട്ടോസ് ഒക്കെ തിരഞ്ഞെടുക്കുമ്പോഴേക്കും ഏത് ടൈപ്പ് ഓഫ് ഫോട്ടോസ് ആണ് ചൂസ് ചെയ്യുക? അങ്ങനെയൊന്നുമില്ല, കാണുമ്പോ ഭംഗി തോന്നണത് എല്ലാം എടുക്കും. ആരെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ടോ ഇന്ന ഫോട്ടോ വരയ്ക്കണം എന്നൊക്കെ? ഇല്ല, ഞാൻ അങ്ങനെ അമ്മേനൊക്കെ ഇങ്ങനെ കാണിക്കും, ഞാൻ ചൂസ് ചെയ്തിട്ട് കാണിക്കും നല്ലതാണോ ചോദിക്കാം. അമ്മയ്ക്ക് പിന്നെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഒന്നും ഇല്ല. കാണുമ്പം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും, അപ്പം നല്ലതാണെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യും. സ്കൂളിൽ ഫാൻസ് ഒക്കെ ഉണ്ടോ? കേക്കട്ടെ. അങ്ങനെയൊന്നുമില്ല. പറയാത്താണോ? അമ്മമ്മ ഇവിടെ പറയാത്താണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊന്നുമില്ല. അല്ല, ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നത്? അവരുടെ എന്താ പറയാ, ഈ മാഗസൈൻസിൽ സ്കൂളില് ആ രീതിയിലാണോ സപ്പോർട്ട് കൂടുതലും? മാഗസൈൻസ് ആണല്ലേ, അവിടെ നിന്നാണ് കൂടുതൽ ചെയ്യുക. ഇപ്പൊ ഇവിടെ നിങ്ങള് ഏത് ടൈപ്പ് ഓഫ് എന്താ പറയാ പിക്ചേഴ്സ് ഒക്കെയാ വരയ്ക്കാറ്? ഇപ്പൊ ഇവിടെ നിന്നിട്ട് രണ്ടുപേരും കൂടെ നോക്കി ആലോചിച്ച് അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് കാണുമ്പോ നമുക്ക് ഭംഗി തോന്നും, അത്രേ ഉള്ളൂ. എനിക്ക് കാണുമ്പോ ഇഷ്ടം തോന്നി അപ്പൊ വരയ്ക്കാൻ നോക്കും. ഇതിനു വേണ്ടി പർച്ചേസ് പോയി ചെയ്യാറുണ്ടോ? കുറെ അധികം കളറും കാര്യങ്ങളും ഒക്കെ മേടിക്കാനായിട്ട്? അങ്ങനൊന്നുമില്ല, കയ്യിലുള്ളത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അത് തീരുമ്പോഴത്തേനും വേറെ വാങ്ങിക്കും. അങ്ങനെയൊക്കെ പെയിന്റിങ് ഇത് ഇപ്പം തുടങ്ങുമ്പോഴത്തേനും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കും. അല്ലാണ്ട് ഒരുപാടൊന്നും പർച്ചേസ് ചെയ്യാറില്ല. പിന്നെ ഓൺലൈനായിട്ട് ഇടക്ക് വാങ്ങിക്കും. അച്ഛൻ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഈ ഒരു പടം വരച്ച് നോക്കായിരുന്നില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്? അങ്ങനെയൊന്നും പറയാറില്ല. അങ്ങനെയൊന്നും പറയാറില്ല. ഞാൻ തന്നെ എല്ലാം ചെയ്യാം. അതെ, ഞാൻ ചെയ്താലായി, അത്രേ ഉള്ളു. ഈ ഒരു പിക്ചർ എന്താ മുഴുവനാക്കാത്ത? സമയം കിട്ടാത്തതുകൊണ്ടാ? അതിപ്പോ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കും. പുതിയ തൊരെണ്ണം തുടങ്ങിയപ്പോ പിന്നെ അതിന്റെ പുറകെ 2 ദിവസമായിട്ട് അച്ഛൻ പറയാനുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം കയറി വന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടല്ലോ, എന്റെ നമ്മളിങ്ങനെ വന്നപ്പോഴേക്കും നമ്മുടെ ആ ടീമിനൊക്കെ പെട്ടെന്ന് കണ്ണിലങ്ങ് ഉടക്കി. നല്ല രസമായിട്ട് വരച്ചിട്ടുണ്ട്. അർദ്ധനാരീശ്വരനാണല്ലേ? അപ്പൊ ഇത് തന്നെ വേറെ ഫോട്ടോസ് വേറെ എന്തെങ്കിലും പേപ്പറിലായിട്ട് വരച്ചിട്ടുണ്ടോ? അതോ നോക്കി വരച്ചിട്ടാണ്? അങ്ങനെയാണ്, ഫോണിൽ നോക്കിയിട്ട് വരച്ചതാണ്. ഫോണിൽ നോക്കിട്ടോ? ഇത് 3 ദിവസം എടുത്തോ? അപ്പൊ ഒരാഴ്ചയിൽ കൂടുതൽ എടുത്തു. തെറ്റിപ്പോയാ പിന്നെയും തെറ്റിപ്പോയാ ഇപ്പൊ ഞാൻ പേപ്പറിൽ വരച്ചതൊക്കെ തെറ്റിപ്പോകുമ്പോ പിന്നെയും വൈറ്റ് അടിച്ചിട്ട് വീണ്ടും ചെയ്യും, ആ ഭാഗത്ത് മാത്രം. ഇവിടെ കുറച്ച് റിസ്ക് കൂടുതലല്ലേ? പേടിയുണ്ടായിരുന്നു, ചീത്ത പറയുമെന്ന് പേടി. ഫ്രണ്ടിൽ തന്നെയാണല്ലോ, അത് കാണുകയും ചെയ്യും, ഒന്നും പറയാനും പറ്റില്ല. അപ്പൊ ഈ കളറും കാര്യങ്ങളൊക്കെ പിക്ചേഴ്സിൽ നോക്കി തന്നെയാണ് അത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, കളറ് വരയ്ക്കുമ്പോ മാത്രം നല്ലപോലെ റെഫർ ചെയ്തിട്ട് വരയ്ക്കും, ബാക്കി എന്റെ ഒരു ഇത് വെച്ചിട്ട് വരയ്ക്കുള്ളൂ. ഓക്കെ. എനിക്കിത് ഇപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് കാണുമ്പോ ഇത് വലിയൊരു സംഭവമായിട്ടല്ല, എനിക്ക് കണ്ടപ്പോഴേക്കും എന്താ പറയാ ഒന്ന് കണ്ണിലടക്കി ഭയങ്കര രസമായിട്ട് തോന്നി. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് തോന്നിയത്. അപ്പോൾ ഇനി അടിപൊളിയായിട്ട് എന്താ പറയാ പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കുക. കുറെ ഞാൻ പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ആളുകളൊക്കെ കാണട്ടെ. അപ്പോഴേ നമുക്ക് കണ്ട് ഒരു 5-6 ലൈക്കൊക്കെ കിട്ടുമ്പോഴേക്കും ഒരു സന്തോഷം, ഒരു മനസ്സുഖം. നോക്കൂലേ? ഓക്കെ. കളരിക്ക് ജില്ല ഫസ്റ്റോ? ഇത് കണ്ടോ, പറ. കളരിയൊക്കെ ഉണ്ടല്ലേ? ഇപ്പൊ നിർത്തി, 1 വർഷം ഇവിടെ നിന്ന് സൈഡ് നിന്നിട്ട് അമ്മൂമ്മ പറഞ്ഞു തരുന്നുണ്ട്, കളരിക്ക് ഫസ്റ്റ് ആണ് ജില്ലയില്. ഇതൊക്കെ എല്ലാം കൂടെ എങ്ങനെ കൊണ്ടോണേ? അത് എല്ലാം കൂടെ കൊണ്ടുപോകാൻ പാടായതുകൊണ്ട് അത് നിർത്തി. ഇനിയിപ്പം തുടങ്ങണമെന്നുണ്ട്, പറ്റുമോന്ന് അറിയില്ല. ഇനിയിപ്പോ കോളേജൊക്കെ ആകുമ്പം ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റില്ലായിരിക്കും. അപ്പോഴും വരെയൊക്കെയോ? നോക്കാം, എല്ലാം കൂടെ നോക്കാം. ഞാൻ ഒറ്റൊരാളല്ലേ ഉള്ളൂ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചത്. അത് പിന്നെ ഉണ്ടാവല്ലോ. അമ്മുമ്മ ആരാണ് അല്ലേ? അച്ഛന്റെ അച്ഛമ്മ ആരാണ്? ഇവിടത്തെ താരാണ്. അപ്പൊ പിന്നെ കൊച്ചുമക്കൾ അതുപോലെ ആവാതിരിക്കില്ലല്ലോ അല്ലേ?